ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള നിരന്തരമായ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളൊരു ഓൺലൈൻ ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്ത് ഇപ്പോൾ പാരലായിട്ട് പോകുന്നുണ്ട്, ഒരു ലൈവ് ക്ലാസ്. അപ്പോൾ പല കുട്ടികളും നമ്മോട് ചോദിക്കാറുണ്ട്, സാർ ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുമോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്, റീസണിങ്, GK ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ കയ്യിൽ ഈ വീഡിയോസ് റെഡി അല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ അതിന് പിന്നെ പതുക്കെ പതുക്കെ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പറഞ്ഞ് നീട്ടി വെച്ചതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 70% + വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിന്റെ അനൗൺസ്മെന്റ് ആണെന്ന്. കോഴ്സിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം കേട്ടോ. ഫീച്ചേഴ്സിൽ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നതാണ് ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സസ് ഇൻ കേരള കേട്ടോ. അതായത് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കാവുന്ന SSCക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അത് SSC മലയാളിന്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ. ബാക്കിയുള്ള ക്ലാസ്സുകളൊന്നും മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ ഒന്ന് തന്നെയായിരിക്കും. അതിലൊരു സംശയവും ആർക്കും വേണ്ട കേട്ടോ. പിന്നെയുള്ള എന്താ, മെറ്റീരിയൽസ്. ഇത് നമ്മൾ ഈ കോഴ്സിലുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രിപ്പയർഡ് ബൈ പ്രീവിയസ് ഇയർ CGL അച്ചീവേഴ്സ്. അതായത് മുൻ വർഷങ്ങളിൽ SSC CGL ഒക്കെ അച്ചീവ് ചെയ്ത ആളുകൾ, കുറച്ച് കൂട്ടം ആളുകൾ ഇരുന്ന് തയ്യാറാക്കിയ അതിന്റെ ഓരോ മെറ്റീരിയൽ, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് എന്തോ ആയിക്കോട്ടെ, അതിന്റെ മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്. SSC മലയാളിന്റെ ഫൗണ്ടേഴ്സ് ആയാലും ഇതിന്റെ കൂടെ ഇപ്പൊ നടക്കുന്ന ആളുകളൊക്കെ കുറച്ച് 5-6 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആളുകൾ. അപ്പൊ അവർക്കറിയാം SSCയുടെ പൾസ് എന്താ, SSC എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത്, എന്തൊക്കെ പഠിച്ചാലാണ് SSC ക്രാക്ക് ചെയ്യാൻ സാധ്യത കൂടുതൽ നിൽക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം അവരാണ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ ഉള്ളതാ ലെക്ചേഴ്സ്. ഓരോ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ SSC എന്താണ്, അതിന്റെ പൾസ് എന്താണെന്ന് വളരെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഓരോ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ക്ലാസിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണ്ട, ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ചിലപ്പോൾ ടെക്നിക്കലായിട്ട് ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ ക്ലാസിന്റെ കണ്ടന്റിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഒരു വിട്ടുവീഴ്ചയും SSC മലയാളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട കേട്ടോ. പിന്നെന്താ, അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ റെക്കോർഡർ. അപ്പൊ നിങ്ങൾ പല ആൾക്കാർ വിചാരം ഉണ്ടാവും, ഇവിടെ ഓഫ്ലൈനിലും ഓൺലൈൻ ലൈവ് ബാച്ചിലും കൊടുക്കുന്ന നല്ല മെറ്റീരിയലും ഇങ്ങനെ കുറഞ്ഞ പൈസ കൊടുക്കുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ വളരെ എന്താ പറയാ ചീപ്പായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഓഫ്ലൈനിലും ഓൺലൈനിലും കൊടുക്കുന്ന മെറ്റീരിയൽ എന്താണോ അതേ മെറ്റീരിയൽ കൊടുക്കുന്ന അതേ ലൈവ് വീഡിയോസ് ആണിത്. ലൈവ് വീഡിയോസിന്റെ റെക്കോർഡറാണിത്. നമ്മളിവിടെ റെക്കോർഡർ വീഡിയോസ് ആയിട്ടും കൊടുക്കുന്നത്. അപ്പോൾ സെയിം കണ്ടന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട കേട്ടോ. കാരണം റെക്കോർഡർ വീഡിയോസ് കുറഞ്ഞ പൈസക്ക് ചീപ്പായിട്ടുള്ള മെറ്റീരിയലും പിന്നെ നല്ല പൈസക്ക് കൊടുക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സിൽ നല്ല മെറ്റീരിയൽ അങ്ങനെയൊന്നുമില്ല. എന്താണ്, സെയിം സാധനം തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സെപ്പറേറ്റ് കോഴ്സസ് ഫോർ ഓൾ എക്സാംസ് ആൻഡ് ടോപ്പിക്സ്. അതായത് നമുക്കറിയാം SSC തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു 5-6-7-8 എക്സാംസുകൾ എങ്ങാനുണ്ട്. അതിനൊക്കെ എന്താണ്, ഓരോന്നിനും സെപ്പറേറ്റ് കോഴ്സുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്, മാത്സ് വേണമെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്, റീസണിങ് വേണമെങ്കിൽ റീസണിങ്, GK വേണമെങ്കിൽ GK, അങ്ങനെ സെപ്പറേറ്റ് കോഴ്സുകൾ എടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായി. കാരണം നിങ്ങൾക്ക് അറിയാം SSC CGL, CHSL, CPO എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ്. ഇപ്പൊ CGL CPO ഒക്കെ ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ കോഴ്സ്, പിന്നെ MTS GD പോലത്തെ പരീക്ഷകൾക്ക് ഒരു സിംഗിൾ കോഴ്സ്, പിന്നെ സ്റ്റെനോഗ്രാഫർക്ക് വേണ്ടി അങ്ങനത്തെ പല പല കോഴ്സുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതായത് ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ ഓരോ കോഴ്സ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ട് ഈ കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മാത്സിനാണ് അപ്ലിക്കബിൾ. ബേസിക്സ് ടു അഡ്വാൻസ് ലെവൽ ക്ലാസ്സസ്. കാരണം മാത്സ് എന്ന് പറഞ്ഞാൽ ചില പല ആളുകളും 10ാം ക്ലാസ്സിൽ മാത്സ് ഒഴിവാക്കിയ ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് ബേസിക് മുതൽ മാത്സ് പഠിക്കാനുള്ള സൗകര്യത്തിലുണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യുന്ന എല്ലാം ബേസിക് ക്ലാസ്സുകളാണ്. പിന്നെ അത് കണ്ടു തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്വാൻസ് ലെവൽ ക്ലാസ്സിലേക്ക് പോയാൽ മതിയോ. ഇപ്പൊ റീസണിങ് GK ഇംഗ്ലീഷിനൊന്നും അതിന്റെ ആവശ്യമില്ല. പക്ഷെ മാത്സിന് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ പോയിട്ട് വലിയൊരു ക്ലാസ്സിൽ കേട്ടാൽ പലർക്കും അത് മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ എല്ലാ ടോപ്പിക്കും ബേസിക് ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള അടുത്ത ഫീച്ചർ എന്താ, അടുത്ത ഫീച്ചർ പല ആളുകളുടെയും സംശയമായിരിക്കും, ഈ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്താൽ ഞങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും ഫെസിലിറ്റി കാര്യങ്ങൾ ഉണ്ടോ. അപ്പൊ ഈ ഒരു ഓൺലൈൻ യുഗത്തിൽ നിങ്ങളുടെ ഡൗട്ട്സ് എങ്ങനെ ക്ലിയർ ചെയ്യുന്ന ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ കോഴ്സിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്കും ജോയിൻ ചെയ്യാൻ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ചോദിക്കാം. അതിൽ നമ്മുടെ ഫാക്കൽറ്റീസും കാര്യങ്ങളും ഞാനടക്കം എല്ലാവരും, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ എല്ലാവരും അതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇടാം. അതിൽ ആരെങ്കിലും കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഇനി അവിടുന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും. SSC മലയാളിന്റെ ബഡാ ഗ്രൂപ്പ് വേറെ ഉണ്ട്. 14,000-ഓളം മെമ്പേഴ്സിൽ SSC മലയാളിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം അവിടെയും ഇടാം. കാരണം കേരളത്തിലെ SSC പ്രിപ്പയർ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഉള്ള ഒരു ഗ്രൂപ്പാണ് SSC മലയാളി എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും 24 മണിക്കൂർ ആയിട്ട് ആ ഗ്രൂപ്പിൽ എപ്പോഴെങ്കിലും എന്ത് ചെയ്യും അതിന്റെ സൊല്യൂഷൻ. ഇപ്പൊ ചില ക്വസ്റ്റൻ ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ക്വസ്റ്റൻ ഇട്ട് അതിന് 3-4 സൊല്യൂഷൻ ഒക്കെ ആൾക്കാർ സോൾവ് ചെയ്തിരുന്ന കാണാം. അപ്പൊ അത്രയും നല്ലൊരു ഗ്രൂപ്പാണ് SSC മലയാളിന്റെ ആ ഗ്രൂപ്പ്. അതിലില്ലാത്തവർക്ക് ആ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എന്താ പറയുക നല്ല രീതിയിൽ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ വേറൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു വർഷം SSC മാത്രമല്ല, SSC എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഈ വർഷം എന്ത് ചെയ്യുന്നത്, RRBന്റെ പരീക്ഷകളും വരുന്നുണ്ട്. NTPC, ടെക്നീഷ്യൻ, RPF, ലോക്കോ പൈലറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാണ്, നിങ്ങൾ ഈ SSC CGL എക്സാമിന്റെ കൂടെ RRBയും കൂടി പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ സെപ്പറേറ്റ് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ RRBക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. CGL എക്സാമിന്റെ കൂടെ നിങ്ങൾ RRB കൂടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറൊരു കോഴ്സ് നിങ്ങൾ പിന്നെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം RRBന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ SSCന്റെ ഒരു സബ്സെറ്റ് ആണ്. കാരണം കുറച്ച് ലെവൽ കുറവായിരിക്കും. പിന്നെ എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ടോപ്പിക് RRBക്ക് ഇല്ല. ആ ഒരു വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോൾ ഉള്ള CGL ടോപ്പിക് കുറച്ച് ഒഴിവാക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ നിങ്ങൾ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. RRB NTPC പോലുള്ള പരീക്ഷയ്ക്ക് വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് എന്തിനു ഉപകാരപ്പെടും, RRB NTPC പോലുള്ള ബാക്കി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾ അതിന് വേറൊരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. കാരണം CGL പഠിച്ചുകൊണ്ട് RRB ക്ലിയർ ചെയ്ത് ഒരുപാട് പേര് എനിക്കറിയാം. പേഴ്സണലി ഞാനും ആ പരീക്ഷയ്ക്ക് എഴുതിയതാണ്, എനിക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ CGL കിട്ടിയത് കൊണ്ട് ഞാൻ RRBക്ക് പോയിട്ടില്ല എന്നല്ല. അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തള്ളി വിടുകയല്ല. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അതൊക്കെ ഞാൻ പറയുന്നത്. പിന്നെ 2 years വാലിഡിറ്റി, അതായത് നിങ്ങൾ ഈ ഏതൊരു കോഴ്സ് നിങ്ങളോട് പർച്ചേസ് ചെയ്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന് 2 വർഷത്തെ വാലിഡിറ്റി. SSC മലയാളിന്റെ ആപ്പ് കയറിയിട്ട് നിങ്ങൾ ഏതൊരു കോഴ്സ് പർച്ചേസ് ചെയ്താലും 2 വർഷത്തെ വാലിഡിറ്റി നിങ്ങൾക്ക് അതിന് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാനത് ആദ്യം തന്നെ പോയിട്ട് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്, കാരണം പൈസന്റെ കാര്യമില്ല നമുക്ക് മെയിൻ. അപ്പൊ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അഫോർഡബിൾ പ്രൈസ്. ഏതൊരു കോഴ്സും നിങ്ങൾ ഇന്ന് കേരളത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന വെച്ച് ഏറ്റവും കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനായിരിക്കും ഇത് ഓരോ കോഴ്സും നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാവും. പിന്നെ ഇതിന് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ആപ്പിൽ കയറിയിട്ട് നമ്മളെ മൊബൈലിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്തു, നിങ്ങൾക്ക് ഇനി ബിഗ് സ്ക്രീനിൽ വലിയ എന്താ പറയുക വലിയ ലാപ്ടോപ്പിലോ മൊബൈലിലോ കാണുന്നുണ്ടെങ്കിൽ ആ സെയിം മെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് SSCMalayali.com എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ പറ്റും കേട്ടോ. അല്ലാതെ മൊബൈലിൽ ആപ്പിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് അതിൽ മാത്രമേ കാണാൻ പറ്റൂ അങ്ങനെയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലാപ്ടോപ്പ് കയറിയിട്ടും അത് കാണാൻ പറ്റും. പക്ഷെ അറ്റേ ടൈമിൽ ഏതെങ്കിലും ഒന്നേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആപ്പിലും മൊബൈലിലും അല്ല ലാപ്ടോപ്പിലും മൊബൈലിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെയാണ് കോഴ്സ് അവൈലബിൾ, ഞാൻ പറഞ്ഞു നമ്മുടെ കോഴ്സുകളെല്ലാം വളരെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ കോഴ്സാണ് അവൈലബിൾ, മെയിൻ ആയിട്ട് CGL, MTS, GD, സ്റ്റെനോ, നിങ്ങൾ വായിച്ചു നോക്കി തന്നെ മനസ്സിലാവും. പിന്നെ മാത്സ് വേണ്ടവർക്ക് ബേസിക് ക്ലാസ്സിൽ വേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. പിന്നെ മാത്സ് കംപ്ലീറ്റ് വേണ്ടവർക്ക് അങ്ങനെ, ഇംഗ്ലീഷ് വേണ്ടവർക്ക് അങ്ങനെ, റീസണിംഗ് വേണ്ടവർക്ക് അങ്ങനെ, ജനറൽ നോളജ്. പിന്നെ ജനറൽ നോളജിന് നിങ്ങൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ജനറൽ സയൻസ് ഇതൊക്കെ സെപ്പറേറ്റ് വേണമെന്നവർക്ക് അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മേളിൽ കാണുന്ന SSC CGL, CHSL, CPO എന്ന് പറഞ്ഞ കോഴ്സാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താ, ഇതിലുള്ളതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സാണ് CGL, CHSL, CPO എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറ്റ കോഴ്സ് വേണമെങ്കിൽ ഈ ഫസ്റ്റത്തെ കോഴ്സ് മാത്രം വാങ്ങിയാൽ മതിയാവും. ബാക്കിയുള്ള കോഴ്സുകൾ നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇപ്പൊ ചില ആൾക്ക് മാത്സ് വേണ്ടി വരില്ല, ചില ആൾക്ക് ഇംഗ്ലീഷ് വേണ്ടി വരില്ല, അല്ലെങ്കിൽ ചില ആൾക്ക് എന്തെയില്ല ഇപ്പൊ സ്റ്റെനോ പോലത്തെ എക്സാം ഒക്കെ ആണെങ്കിൽ അവിടെ മാത്സിന്റെ ആവശ്യമില്ല. അപ്പൊ സ്റ്റെനോഗ്രാഫിന്റെ ആ കോഴ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും. പിന്നെ MTS, GD പോലത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വലിയ അഡ്വാൻസ് ലെവൽ മാത്സ് ആവശ്യമില്ല. അപ്പൊ ആ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ചില ആൾക്ക് GK മാത്രം വേണ്ടി മതി. ഇപ്പൊ ചില RRB ടെക്നീഷ്യൻ പോലത്തെ പരീക്ഷകളൊക്കെ വരുന്നുണ്ട്, അതിനൊക്കെ ജനറൽ സയൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ സയൻസ് മാത്രം വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത്രയാണ് നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങൾ. പിന്നെ കോഴ്സിന്റെ ഫീ പറയുകയാണെങ്കിൽ ഞാൻ ഓരോന്നിനും സെപ്പറേറ്റ് കോഴ്സ് പറയുന്നില്ല. ഞാൻ ഈ ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കോഴ്സ് CGL, CHL, CPO എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിന്റെ അതിന്റെ പ്രൈസ് മാത്രം ഞാനൊന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പിലോ വെബ്സൈറ്റിലോ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ആ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് കംപ്ലീറ്റ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറഞ്ഞാൽ 3499 രൂപയാണ് കേട്ടോ. ബാക്കിയുള്ള ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെപ്പറേറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് നോക്കുക. പിന്നെ ഇനി പല ആൾക്ക് ഉണ്ടാവും ഡെമോ ക്ലാസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഡെമോ ക്ലാസ് ഉള്ളവർക്ക് ഒരു ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറും കൂടെ നമ്മുടെ ആപ്പിലുണ്ട്, അതിൽ കയറി നോക്കുക. അതിൽ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK ഒക്കെ 1, 2, 3 ഡെമോ ക്ലാസ്സുകൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. കണ്ടിട്ട് നല്ലതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുക. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ഇനി ചില ആൾക്ക് ഉണ്ടാവും എന്താ പറയാ, ഇതല്ലാതെ ഫ്രീ ക്ലാസ്സുകളൊന്നും SSC മലയാളി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് പുതിയ ആളുകളെ അങ്ങനെ ചോദിക്കുള്ളൂ, പഴയ ആളുകൾക്ക് അതിലൊരു സംശയം ഉണ്ടാവില്ല. കാരണം നമ്മൾ SSC മലയാളി യൂട്യൂബ് ചാനൽ കയറിയാൽ അതിൽ SSC, CGL, CHL, CPO എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ട്. 150ഓളം വീഡിയോസ് ഉള്ള ഒരു ഫോൾഡറാണ്. അതിൽ നമ്മൾ SSC CGL എക്സാമിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ ഓൾറെഡി 2 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതുതായിട്ട് എക്സാമിന് പഠിക്കേണ്ട ഒരാൾക്ക് ഇനിയിപ്പോൾ ഒരു കോച്ചിങ്ങും വേണ്ട, ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട, ഒരു കോഴ്സും പർച്ചേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ കോഴ്സുകളാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്നതാണ് എല്ലാ പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പുറമെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡെമോ ക്ലാസ്സുകൾ വേണ്ടത് ചെയ്യാം, അത് കാണാം.
പിന്നെ ഇതിൽ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൽ പറയാനുള്ളത്. നത്തിങ് വിൽ വർക്ക് അൺലെസ് യു ഡു. ഇതിൽ നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കരുത്. ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് ചെയ്യാനുള്ളത് വെറും 10-20% മാത്രമാണ്. ബാക്കി 80% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം എന്താ പറയാ ഇതിലേക്ക് എഫേർട്ട് ഇടുന്നുണ്ട് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ റിസൾട്ട്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഗൈഡൻസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെയൊക്കെ എന്താ പറയുക, അവരൊക്കെ ചെയ്യുന്ന കാര്യം നിങ്ങളെ റൈറ്റ് ട്രാക്കിലേക്ക് കയറ്റി വിടുന്നത്. ആ ട്രാക്കിലേക്ക് കയറ്റി വിടാൻ മാത്രമാണ് അവരുടെ ജോലി. ആ ട്രാക്കിൽ അവസാനം എന്തുണ്ടാവും, ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടാവും. ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നിങ്ങൾ എത്ര പതുക്കെ പോകുന്നു അല്ലെങ്കിൽ എത്ര സ്പീഡിൽ പോകണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ചില ആളുകൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്യും, ചില ആളുകൾ പതുക്കെ ഫിനിഷ് ചെയ്യും, ചില ആളുകൾ എന്ത് ചെയ്യും അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ട്രാക്ക് മാറി പോകും, ചില ആളുകൾ ഇനി മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോകും. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. ഇവിടുത്തെ കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് എല്ലാം ആയി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വേണ്ട. ഇത് നമ്മൾ ജസ്റ്റ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടില്ല, നിങ്ങൾ ട്രാക്കിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. എല്ലാം എന്താണ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എത്ര ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏത് പോസ്റ്റ് കയറണം അല്ലെങ്കിൽ എത്ര റാങ്കിനുള്ളിൽ വരണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഹാർഡ് വർക്കും സക്സസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് 2 ഓപ്ഷനാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിലെ SSC മലയാളി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതുവഴി കയറിയിട്ട് ക്ലാസ് പർച്ചേസ് ചെയ്യാം. ഡെമോ ക്ലാസും കാര്യങ്ങളൊക്കെ അതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ www.scmalay.com എന്ന വെബ്സൈറ്റ് വഴി കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഏതെങ്കിലും ഒന്നിൽ പർച്ചേസ് ചെയ്താൽ മതി, 2 ആക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പെർസ്യൂറൻസ്, നിങ്ങളുടെ ഹാർഡ് വർക്ക്, വിൽ പവർ, സ്മാർട്ട് വർക്ക്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആരും ഇത് മറക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.